തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. 5 ജില്ലകൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അനഘയുണ്ട് വിശദാംശങ്ങളുമായി. അനഘ, തമിഴ്നാട്ടിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5ഓളം ജില്ലകൾക്കാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതൊക്കെ ജില്ലകളെയാണ് ബാധിക്കുന്നത്? ഭദ്ര, ദുരിതപ്പെയ്ത്തിൽ ശരിക്കും തമിഴ്നാട് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. കനത്ത മഴയെ തുടർന്ന് തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയം രൂപപ്പെട്ടിരിക്കുകയാണ്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുനെൽവേലി, അതുപോലെ തന്നെ തെങ്കാശി, കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇവയ്ക്കെല്ലാം തന്നെ നിലവിലെ സാഹചര്യത്തിൽ അവധിയായിരിക്കും. അവ അടഞ്ഞുകിടക്കും. വൈഗ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ തേനി, മധുര, ശിവഗംഗ, രാമനാഥപുരം, ദിണ്ടിഗൽ ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴ കൂടുതലായി ലഭിച്ചതാണ്. അതായത് സാധാരണ പെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഴ പെയ്തത് തന്നെയാണ് ഈ ഒരു വലിയ രീതിയിൽ വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനുമായി മന്ത്രിമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ദുരിത മേഖലകളിൽ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനാണ്. ആവശ്യമെങ്കിൽ ആളുകളെ, അതായത് മഴ ഇനിയും കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, വെള്ളം കയറുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും. അതുപോലെ തന്നെ ആളുകളെ സൗകര്യപൂർവ്വം മാറ്റി പാർപ്പിക്കുന്നതിനായി ബോട്ടുകളും അതുപോലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളും ഇവയെല്ലാം കൂടുതലായി സജ്ജമാക്കും എന്നൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ കലക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്നതിനെല്ലാം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 50 അംഗങ്ങൾ വീതമുള്ള 2 NDRF സംഘം തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ എത്തിയിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിൽ 3 NDRF സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ദുരിത ബാധിത ജില്ലകളിൽ 4000 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തുറന്നിട്ടുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കളക്ടർമാർക്കും മന്ത്രിമാർക്കും എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തിരുനെൽവേലി മറ്റൊരു കാര്യം കൂടി അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതോടെ തിരുനെൽവേലി ചെങ്കോട്ട റൂട്ടിലെ എല്ലാ ട്രെയിനുകളും നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. തൂത്തുക്കുടിയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെല്ലാം തന്നെ ശരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, നാശം വിതച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ ദുരിതപ്പെയ്ത്ത് തന്നെയായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ വീണ്ടും പെയ്തിരിക്കുന്ന മഴയിൽ വലിയ ശരിക്കും വിറങ്ങലിച്ചു നിൽക്കുന്നൊരു സ്ഥിതി തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ശരി, തെക്കൻ തമിഴ്നാട്ടിലാണ് കനത്ത മഴ തുടരുകയാണ്. 5 ജില്ലകൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം വെള്ളക്കെട്ടിൽ രൂക്ഷമായ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.